ഒരു പരോൾ അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അമ്മ കൊടുത്ത പരാതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. അമ്മയ്ക്ക് മകനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ ഒരുപാട് മനുഷ്യാവകാശങ്ങൾ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെയുള്ള ആളുകൾ, ജയിലിലുള്ള ആളുകൾ. ചന്ദ്രശേഖരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ബൈജുനാഥ് എന്ന് പറയുന്ന അദ്ദേഹമാണ്, ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനാണ് ഇപ്പം ഇത് അനുവദിക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയാണ് അങ്ങനെ ഒരു കേട്ടേണ്ട പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? കാണാനാണെങ്കിൽ ഒരു 10 ദിവസം അനുവദിക്കുക, അതിനപ്പുറത്തേക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്, അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായി. നിയമ കൊടിസുനിക്ക് പരോൾ കിട്ടിയതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് KK രമ നടത്തിയത്. തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി ശനിയാഴ്ചയാണ് പുറത്തിറങ്ങിയത്. പരോൾ അനുവദിച്ചത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് TP വധക്കേസിലെ കുറ്റവാളിയായ കൊടിസുനി എങ്ങനെ പരോളിൽ ഇറങ്ങി എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനുള്ള അവകാശമുണ്ട്. പക്ഷേ എങ്ങനെ ആ പരോൾ അനുവദിക്കപ്പെട്ടു എന്നാണിപ്പോൾ KK രമ ചോദിച്ചിരിക്കുന്നത്. VS അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനു, എങ്ങനെയാണ് ഈ പരോൾ ലഭിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ലക്ഷ്മി പത്മ, കഴിഞ്ഞ 5 വർഷമായി TP വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി ജയിലിൽ തന്നെയാണ്. അദ്ദേഹത്തിന് പരോള് നൽകിയിരുന്നില്ല. അനുവദിക്കാത്തത് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പുറത്ത് നടന്ന പല കുറ്റകൃത്യങ്ങളിലും കൊടിസുനി പങ്കാളിയായിരുന്നു. പുറത്ത് നടന്ന ചില തട്ടിക്കൊണ്ടുപോകലുകൾ, കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിൽ കൊടിസുനി ജയിലിനുള്ളിലിരുന്ന് ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കേസുകൾ പിന്നീട് വന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കേണ്ടതില്ല എന്ന റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമീപിച്ചു. അവർ ഏറ്റവും പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ 12 വർഷത്തിൽ ആകെ 60 ദിവസം മാത്രമാണ് മകന് അവധി കിട്ടിയത്. മാത്രമല്ല കഴിഞ്ഞ 6 വർഷമായി മകന് അവധി ലഭിച്ചിട്ടില്ല, ഇങ്ങനെ മകനെ കാണാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഇത് പരിഗണിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K ബൈജുനാഥാണ് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന ഈ പരോൾ അനുവദിക്കുന്നതിനുള്ള ഉത്തരവും ശുപാർശയും നൽകാൻ കഴിയുന്നില്ല. പക്ഷേ എന്നാൽ ഈ അമ്മയുടെ ആവശ്യം പരിഗണിക്കണം, മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം K ബൈജുനാഥ് സംസ്ഥാന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായക്കും അതുകൂടാതെ തന്നെ തവനൂർ ജയിൽ സൂപ്രണ്ടിനും അയച്ചു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിൽ മേധാവിയായിട്ടുള്ള ബൽറാം കുമാർ ഉപാധ്യായ കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 28-ാം തീയതി, അതായത് ഈ ശനിയാഴ്ച, കൊടിസുനി തവനൂർ ജയിലിൽ നിന്ന് പുറത്ത് വരികയും ചെയ്തു. കൊടിസുനിക്ക് ഈ പരോൾ അനുവദിക്കേണ്ടതില്ല, കൊടുക്കരുത് എന്ന പ്രൊമോഷൻ റിപ്പോർട്ട് ഒക്കെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ ജയിൽ മേധാവിയുടെ വിശദീകരണം ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ എന്നുള്ളതായിരിക്കാം. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ അതിനുശേഷം വളരെ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് ജയിലിനകത്തായിരുന്നപ്പോഴും അതിൽ ഉൾപ്പെട്ട ഒരു പ്രതിക്ക് എങ്ങനെയാണ് പരോൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൂടാതെ ഈ വിയൂർ അതീവ സുരക്ഷ
ഉൾപ്പെടെയുള്ള ജയിലിൽ കിടന്നപ്പോൾ അവിടെ ജയിലുദ്യോഗസ്ഥരെ ആക്രമിച്ച അടക്കമുള്ള പരാതികൾ കൊടിസുനിക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ കൊടുത്തുകൊണ്ട് സംസ്ഥാന ജയിൽ മേധാവിയുടെ ഉത്തരവ് വരികയും കൊടിസുനി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി, അനു, ഇതിൽ പ്രത്യക്ഷമായും ജയിൽ ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ 30 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയെ കാണാനെന്ന പേരിൽ എങ്ങനെയാണ് 30 ദിവസം കൊടുക്കുക എന്നതാണ് കെ രമ തന്നെ ഉയർത്തുന്ന ചോദ്യം. ഇവിടെ ഈ മാനുഷിക പരിഗണന പരിഗണിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള പരോളുകൾ അനുവദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മാനുഷിക പരിഗണന ഇവിടെ വേണം. ഇപ്പോൾ അമ്മയ്ക്ക് മകനെ കാണാനാണെങ്കിൽ ജയിലിൽ വന്ന് സന്ദർശിക്കാം, അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ഇനി ഒരു പക്ഷേ ഇത്തരം അങ്ങേയറ്റം ഒരു മാനുഷിക പരിഗണന പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇത്രയും ദിവസം 30 ദിവസമൊക്കെ വേണമോ എന്നുള്ളതൊക്കെ ഇനി ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നിയമവശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ജയിൽ ചട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അസാധാരണ നടപടി എന്നുള്ളതാണ് കെ രമ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത്. കാരണം അങ്ങേയറ്റം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന ക്രിമിനൽ നടപടികൾ നേരിടുന്ന വളരെ സംസ്ഥാനത്താകെ കേരളം ആകെ ഞെട്ടിയ TP വധക്കേസിലെ പ്രതിക്കാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകം. ഇവിടെ ഇപ്പോൾ ആ രാഷ്ട്രീയ പിന്തുണ കൊടിസുനിക്ക് ജയിലിനുള്ളിലും ലഭിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ UDF-ൻ്റെയും കെ രമ MLA-യുടെ ഭാഗത്ത് നിന്നൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പരോൾ കൂടി അനുവദിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദത്തിന് തന്നെ ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി, കൊടും ക്രിമിനലായിട്ടുള്ള കൊടിസുനിയാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദമാകും ഈ സംഭവം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തവനൂർ ജയിലിൽ നിന്ന് ശനിയാഴ്ച കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പരോൾ അനുവദിച്ചത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയാണ്. ഇത്തരത്തിൽ ജയിലിനകത്ത് കിടന്നും കൊടിസുനി വിവിധ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വാർത്ത. ഉറപ്പായും വരും ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ ഇത് രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.